പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പ്രീതി നമ്മുടെ മേൽ ലഭിച്ചു കഴിഞ്ഞാൽ ഏത് പ്രതികൂല സാഹചര്യത്തിനകത്തും ഒരു പ്രത്യേകമായൊരു അനുഭവത്തിൽ ആമേൻ മുന്നോട്ട് പോകാനായിട്ട് കഴിയും. തിരുവചനത്തിനകത്ത് നിങ്ങൾ നോക്കിയാൽ പ്രതികൂല സാഹചര്യങ്ങളിൽ ദൈവപ്രീതിയാൽ ആമേൻ സാഹചര്യങ്ങളെ അനുകൂലമാക്കിയ ഒത്തിരി ബൈബിൾ കഥാപാത്രങ്ങളെ കാണാൻ കഴിയും. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു തിരുവചന പരമ്പരയായിരിക്കും തുടർന്നുള്ള നാളുകൾ. ദൈവപ്രീതി ലഭിച്ച് സാഹചര്യങ്ങളെ അനുകൂലമാക്കിയ ബൈബിൾ കഥാപാത്രങ്ങൾ. ഒരു അനുഗ്രഹിക്കപ്പെട്ട വനിതാരത്നത്തെയായിരുന്നു നിങ്ങളെ മുമ്പ് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം എസ്തേർ ഹല്ലേലൂയ. ഹദസ്സ എന്ന എസ്തേർ ഹല്ലേലൂയ. അവളുടെ മാതാപിതാക്കൾ ചെറിയ പ്രായത്തിൽ മരിച്ചുപോയ അനന്തരം അവളെ അനാഥമായിട്ടങ്ങ് വിടാതെ അവളുടെ ചിറ്റപ്പനായിരിക്കുന്ന മൊർദെഖായി തനിക്ക് മകളായിട്ട് അവളെ എടുത്തു. മനസ്സിലായോ? ആമേൻ ഹല്ലേലൂയ. അവളോടുള്ള ആ ഒരു കരുതൽ നോക്കണേ. എന്തുകൊണ്ടാണ് അവളോട് അങ്ങനെ കരുതൽ തോന്നിയെന്ന് ചോദിച്ചാൽ, അവളുടെ മേൽ ദൈവത്തിൻ്റെ ഒരു പ്രസാദം ഉണ്ടായിരുന്നു, ദൈവത്തിൻ്റെ ഒരു പ്രീതി ഉണ്ടായിരുന്നു കേട്ടോ. ഞാനിത് പറയുമ്പോൾ പ്രിയ മാതാപിതാക്കളെ, നിങ്ങളുടെ തലമുറകളുടെ മേൽ ദൈവത്തിൻ്റെ പ്രസാദമുണ്ടെങ്കിൽ, നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പ്രസാദമുണ്ടെങ്കിൽ ഏത് സാഹചര്യത്തിൽ ചെന്നാലും അവിടെ ഒരു അനുകൂലത, അവിടെ ഒരു ദൈവികമായ ഒരു അനുഗ്രഹം, ഒരു ആമേൻ സന്തോഷം നിങ്ങൾക്ക് അവിടെ ഉണ്ടാകാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എസ്തേറിനെ കാണുന്നവർക്കെല്ലാം അവളോട് പ്രീതി തോന്നി എന്ന് വായിക്കുന്നൊരു വചനമുണ്ട്. നമ്മൾ നോക്കിയേ, ചെറിയ പ്രായത്തിൽ തന്നെ ചങ്ങലകളാൽ പിടിക്കപ്പെട്ട് ബാബേലിലേക്ക് കൊണ്ടുവരുന്നൊരു അനുഭവം നമുക്ക് കാണാനായിട്ട് കഴിയും. എസ്തേർ ചോദിക്കുന്ന ചോദ്യം ഉണ്ടായിരിക്കും അവളോട് തന്നെ, ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ, പിന്നെന്തിനാ എൻ്റെ ജീവിതത്തിൽ ഈ പ്രതീക്ഷിക്കാത്ത ഈ ചങ്ങല കടന്നു വരുന്നത്, ഞാൻ ചിന്തിക്കാത്ത ആമേൻ എനിക്കൊരിക്കലും ആമേൻ ഹൃദയത്തിനകത്ത് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഈ വേദനയുടെ അനുഭവങ്ങൾ കടന്നു വന്നേ. നിങ്ങളിൽ പലരും ഒരു പക്ഷേ അങ്ങനെ ചോദിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ഇപ്പോൾ ദൈവപൈതൽ നിനക്കറിയത്തില്ല നീ കടന്നു പോകുന്ന ഈ വേദനകളുടെ അന്ത്യം എന്തായിരിക്കുമെന്ന്. പക്ഷേ ദൈവത്തിന് സകലതും അറിയാം. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവമാകട്ടോ. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ഒന്ന് അറിഞ്ഞു നോക്കി. അങ്ങനെ അറിഞ്ഞാലുണ്ടല്ലോ, ഇസ്രായേൽ മക്കൾ മരുഭൂമി പിറുപിറുത്തതുപോലെ നമ്മൾ പിറുപിറുക്കുകയല്ല. ഇസ്രായേൽ മക്കൾ മരുഭൂമി കിടന്ന് ആമേ അയ്യോ ദൈവമേ എന്ന് പറഞ്ഞ് നിലവിളിച്ച പോലെ നമ്മൾ നിലവിളിക്കത്തില്ല. ഈ പ്രതിസന്ധിയിലൂടെ ഞാൻ കടന്നു പോകുന്നതിന് എൻ്റെ ദൈവത്തിന് എന്തോ ഉദ്ദേശമുണ്ടല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ടിടയായിത്തീരും. അങ്ങനെ ചിന്തിക്കാൻ എസ്തേറിന് കഴിഞ്ഞതുകൊണ്ടാണ് അവളുടെ മേലുള്ള ദൈവപ്രീതി നിലനിൽക്കാനിടയായിത്തീർന്നത്. ആ വിഷയത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. 3 ആമേൻ ദൈവപ്രീതി എസ്തേറിൻ്റെ ജീവിതത്തിൽ അതിൻ്റെ റിസൾട്ട് കൊണ്ടുവരാനിടയായിത്തീർന്നത്. 1, വസ്തിയെ മാറ്റിയ ശേഷം അടുത്തൊരു രാജ്ഞിയെ തിരഞ്ഞെടുക്കാനായിട്ട് രാജാവ് രാജ്യത്തിലെല്ലാം വിളംബരം ചെയ്തു. തൻ്റെ ഉദ്യോഗസ്ഥന്മാർ രാജ്യമെമ്പാടുമുള്ള പെൺകുട്ടികളെ രാജാവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. രാജാവിൻ്റെ മുമ്പിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു 12 മാസത്തെ ശുദ്ധീകരണത്തിനായിട്ട് ഹേഗായി എന്ന് പറയുന്ന ഷണ്ണാധിപനെ ഏൽപ്പിക്കുമായിരുന്നു. സെലക്റ്റഡ് ആയിട്ടുള്ളവരെയാണ് ഹേഗായി തിരഞ്ഞെടുത്ത് നാമെ അന്തഃപുരത്തിനകത്താക്കും. ആ സെലക്ട് ആയിരിക്കുന്നതിനകത്ത് ഏറ്റവും അധികം ഹേഗായിക്ക് ഇഷ്ടം തോന്നിയത് എസ്തേർ എന്ന് പറയുന്ന കഥാപാത്രത്തോടാണ്. ഹേഗായിക്ക് അവളോട് പ്രീതി തോന്നിയപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാമോ? ചില കാര്യങ്ങൾ സംഭവിച്ചതായിട്ട് 2-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. രാജാവിൻ്റെ കൽപ്പനയും വിധിയും പരസ്യമായപ്പോൾ അനേക യുവതികളെ ശേഖരിച്ച് ശൂഷൻ രാജധാനി ഹേഗായിയുടെ വിചാരണയിൽ ഏൽപ്പിച്ച കൂട്ടത്തിൽ എസ്തേറിനെ രാജധാനിയിലെ അന്തഃപുര പാലകനായ ഹേഗായിയുടെ വിചാരണയിൽ കൊണ്ടുവന്നു. ആ യുവതി അവന് ബോധിച്ചു. ശ്രദ്ധിച്ച് കേൾക്കണേ. ആ യുവതിയെ അവന് ബോധിച്ചു. അവളോട് പക്ഷം തോന്നി. അവൻ അവളുടെ ശുദ്ധീകരണത്തിന് വേണ്ടുന്ന വസ്തുക്കളെയും ഉപജീവന വീതത്തെയും രാജധാനിയിൽ നിന്ന് കൊടുക്കേണ്ട 7 ബാല്യക്കാരത്തെയും അവൾക്ക് വേഗത്തിൽ കൊടുത്തു. അവളെയും അവളുടെ ബാല്യക്കാരത്തികളെയും അന്തഃപുരത്തിലെ ഉത്തമമായ സ്ഥലത്താക്കി. ഈ വാക്യത്തിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. പ്രീതി ലഭിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്ന 2-3 കാര്യങ്ങൾ. 1, ആമേൻ ഹല്ലേലൂയ, വേണ്ടുന്ന വസ്തുക്കളെ, ശുദ്ധീകരണത്തിനായി വേണ്ടുന്നത്
ആമേ. രണ്ടാമതായിട്ട് ആമേൻ ആമേൻ പ്രീസലോ വേഗത്തിൽ കൊടുത്തു. വേഗത്തിൽ വിശ്വസിക്കാമോ ഈ ദൂത്? ആമേ, ഞാൻ ഈ ദൂത് പറയുമ്പോൾ ദൈവത്തിൻ്റെ പ്രീതി നിങ്ങളുടെ മേൽ വന്നു കഴിഞ്ഞാൽ ആമേ വേഗത്തിൽ ചിലത് കിട്ടും കേട്ടോ. വേഗത്തിൽ ചിലത് കിട്ടും. ഒരു സാധ്യതയും മാനുഷ്യമായിട്ടൊരു സാധ്യതയില്ല. പക്ഷേ ദൈവത്തിൻ്റെ ഫേവർ നിൻ്റെ മേലുള്ളത് കൊണ്ട് വേഗത്തിൽ ചിലത് കിട്ടും. അടുത്ത പദം നിങ്ങൾ നോക്കിയ ഉത്തമമായ സ്ഥലത്താക്കി. നീ ഏതെങ്കിലും ഇടത്തല്ല, ഏതെങ്കിലും സ്ഥലത്തല്ല നീ ആയിരിക്കേണ്ടത്. നീ ഉത്തമമായ സ്ഥലത്താകേണ്ടവനാ. നമ്മളെ ദൈവം ആക്കിയിടത്താ നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. അത് ഉത്തമമായ സ്ഥലമാണെന്ന് അവൻ ഇന്ന് ഈ പ്രഭാതത്തിൽ നിങ്ങൾ ചിന്തിക്കാൻ കഴിഞ്ഞാൽ പരാതികളുടെ പ്രളയവും പ്രവാഹവും ഒന്നും ഇല്ലാതെ സന്തോഷത്തോടെ ജീവിക്കാനിടയായിത്തീരും. എസ്തേറിന്റെ ആ പ്രീതി നിലനിൽക്കുന്നതിന് ആമേൻ ഇതെല്ലാം കാരണമായതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നാളെ നമ്മൾ ഇതിൻ്റെ ബാക്കി ഭാഗം ചിന്തിക്കും. ദൈവത്തിൻ്റെ പ്രീതി നമ്മുടെ മേൽ വരാനായിട്ടൊരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. മനുഷ്യരുടെ പ്രീതി വേണ്ട, മനുഷ്യരുടെ പ്രീതിയൊന്നും വേണ്ട. ദൈവത്തിൻ്റെ ഫേവർ നമ്മുടെ മേൽ വരാനായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ജീസസ്. സ്വർഗീയ പിതാവേ, ഇളയനോടൊപ്പം ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം. ശാപത്തിൻ്റെ നുഖങ്ങളേറ്റ് ഒത്തിരി തകർന്നിരുന്ന പല പ്രിയപ്പെട്ടവർ ഈ മെസ്സേജ് കേട്ടല്ലോ. അവരുടെ ജീവിതത്തിനകത്ത് എസ്തേറിനോട് ദൈവത്തിന് പ്രീതി തോന്നിയതുപോലെ ഈ കുഞ്ഞുങ്ങളോട് അങ്ങേക്ക് പ്രീതി തോന്നാൻ ഞാൻ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഈ മെസ്സേജ് അവർ കേൾക്കുമ്പോൾ തന്നെ ചില ഡാർക്ക്നെസ്സുകൾ അവരുടെ ജീവിതത്തിൽ നിന്ന് മാറിയിട്ട് ദൈവികമായ ചില ബ്രൈറ്റ്നെസ് അവരുടെ മേൽ വന്ന് വീഴട്ടെ. അതിനകത്ത് ദൈവിക നിറവുണ്ടാകട്ടെ, ദൈവിക ബ്ലെസ്സിങ് ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.